അതുപോലെ വീണ്ടും നേരം വെളുത്തു. രാവിലത്തെ അത്യാവശ്യം പണികളും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. അമ്മ പറഞ്ഞു ചേനയുണ്ട്, നമുക്ക് ചേനയും ചെറുപയറും കൂടെ ഉപ്പേരി വയ്ക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചേന നുറുക്കാനിരുന്നതാണ്. അപ്പോൾ ചേന അത്യാവശ്യം നന്നായിട്ട് കൈ ചൊറിയും, കൈ നല്ലപോലെ ചൊറിയുന്നുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം. അതിനു മുമ്പ് നമുക്ക് ഈ ചേന ഒന്ന് കുക്കറിലേക്ക് ഇടാം. ചെറുതായി അരിഞ്ഞു വെച്ച ചേന നമുക്ക് കുക്കറിലേക്ക് ഇടാം. കുക്കറിൽ ഓൾറെഡി ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ചേന ഇടുന്നത്. ചേനയ്ക്ക് ചെറുപയറിൻ്റെ അത്ര വേവില്ലാത്തതുകൊണ്ട് ചെറുപയർ ആദ്യം കുക്കറിലിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചു. അതിന് ശേഷം നമ്മൾ ചേന ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വിസിലിട്ട് അടുപ്പത്ത് വെക്കണം. എളുപ്പപ്പണിക്കാണ് രണ്ടും കൂടെ കുക്കറിൽ ഒരുമിച്ച് വേവിക്കുന്നത് കേട്ടോ. ചേന കൊണ്ടുള്ള കയ്യിലെ ചൊറിച്ചിലൊക്കെ മാറാൻ വാളൻ പുളി നന്നായിട്ട് ഇങ്ങനെ കയ്യിൽ തിരുമ്മി പിടിപ്പിച്ചാൽ മതി. അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി ചൂടുവെള്ളവും പുളിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കയ്യിൽ ഇങ്ങനെ തേക്കുക. അത് കഴിഞ്ഞിട്ട് കൈ നന്നായിട്ട് പച്ചവെള്ളത്തിൽ തന്നെ കഴുകുക. അതിനുശേഷം നല്ല ചൂടുവെള്ളത്തിൽ കൈ കഴുകുക. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചൂടിൽ വെള്ളം എടുക്കുക. എന്നിട്ട് കയ്യിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചേന കൊണ്ടുള്ള ചൊറിച്ചിലൊക്കെ ഒരുവിധം മാറിക്കിട്ടും. അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അമ്മ സാമ്പാറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറും ഉപ്പേരിയും അതുപോലെ പപ്പടമൊക്കെ ഞാൻ റെഡിയാക്കുകയാണ്. അങ്ങനെ ചേനയും ചെറുപയറും നന്നായിട്ട് വെന്തു. കുക്കറൊക്കെ തുറന്നു. ഇനി ഇത് ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റാണ് ഞാൻ. അപ്പോൾ വെള്ളം നല്ല പോലെ കളഞ്ഞിട്ട് കഷ്ണം മാത്രം ഊറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോഴാണ് ഉപ്പേരി പോലെ ആവുക. ഇതൊരു പുഴുക്ക് പോലെയാണ് കിട്ടിയത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തു. ഒരിത്തിരി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നു കേട്ടോ. എന്നാലും നല്ലപോലെ ഡ്രൈ ആയിട്ടില്ല. ഒരു പുഴുക്ക് പോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോഴത്തേക്കും തന്നെ അടി കുറേശ്ശെ കരിഞ്ഞ മണം വരാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഏതാണ്ടൊരു ഉണ്ണിമധുരം സ്റ്റൈലിലാണ് നമുക്ക് ചേന ചെറുപയർ കൂട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ചോറും കച്ചമോരും ഉപ്പും പിന്നെ അമ്മയുടെ സാമ്പാർ പിന്നെ എൻ്റെ ചേന ചെറുപയർ ഉണ്ണിമധുരം പിന്നെ പപ്പടം, ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചില്ലേ? ഓക്കെ, ചാച്ചാ.